വിഷ്ണു സഹസ്രനാമം ജപിച്ചാലുള്ള ഗുണങ്ങൾ അപ്പം നമ്മൾ പറഞ്ഞു. കുട്ടികളുടെ കാര്യം പറഞ്ഞു. വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ, പിന്നെ അതുകൂടാതെ നമുക്ക് സ്ട്രെസ്, ടെൻഷൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിനെല്ലാം ഏറ്റവും വലിയ സൊല്യൂഷനാണ് ഈ വിഷ്ണു സഹസ്രനാമ ജപം. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, പ്രാർത്ഥനയിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ, പ്രാർത്ഥിക്കുമ്പോൾ ചിലർ പറയും ഭഗവാൻ എല്ലാം അറിയുന്ന ആളാണ്, ഭഗവാനോടൊന്നും പറയണ്ട. ചിലർ പറയും ഭഗവാനോട് ചോദിച്ചാലേ കിട്ടുള്ളൂ, ഇല്ലെങ്കിലൊന്നും കിട്ടില്ല. പക്ഷേ ഇത് രണ്ടും ഓക്കെ ആണെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇപ്പോൾ നമുക്കൊരു പ്രശ്നം വരികയാണ്, നമുക്ക് പരിഹാരം കാണാൻ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ നമ്മൾ ഭഗവാനോട് തന്നെ പരിഹാരം ചോദിക്കുക. ഭഗവാനെ ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെയാണ് അവസ്ഥ, അല്ലെങ്കിൽ എനിക്കിത് ഇന്ന പ്രശ്നമാണ്, അതൊന്ന് ശരിയാക്കി താന്ന് നമ്മൾ ആവശ്യപ്പെട്ടോളൂ, കുഴപ്പമില്ല, ഭഗവാൻ അത് കേൾക്കും. വേറൊന്നും നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും കേൾക്കും. നമുക്കറിയാം, കൃഷ്ണൻ്റെയും കുചേലൻ്റെയും കഥ നമുക്ക് എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. എന്തിനാണ് സുധാമ അവിടെ ചെല്ലുന്നത്? ഭാര്യ പറയാണ്, അങ്ങയുടെ ഉറ്റ സുഹൃത്താണ്, ഉത്തമ സുഹൃത്താണ്, അദ്ദേഹമാണെങ്കിൽ കൊട്ടാരത്തിൽ ലോലുപതയിൽ ജീവിക്കുകയാണ്, ഒന്ന് ചെന്ന് കണ്ടുകൂടെ, നമ്മുടെ പ്രശ്നം ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചിട്ടാണ് വിടുന്നത്. പക്ഷേ അവിടെ ചെല്ലുന്ന സുധാമാവ് തൻ്റെ സതീർത്ഥ്യനെ കണ്ടപ്പോൾ എന്താണ്, ഒന്നും പറയുന്നില്ല അല്ലേ. കൊണ്ടുപോയ ഗിഫ്റ്റ് കൊടുത്തിട്ട് പുള്ളി മിണ്ടാതെ ഇങ്ങോട്ട് പോരുക ചെയ്തത്. അവിടെ പക്ഷെ ഭഗവാൻ കണ്ടറിഞ്ഞു. തിരിച്ചെത്തുമ്പോഴേക്കുണ്ടായ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ്. അപ്പോൾ ചോദിച്ചില്ലെങ്കിലും ഭഗവാൻ അറിയാം നമ്മുടെ പ്രശ്നം എന്താണെന്ന്. ആ സമയമാകുമ്പോൾ ഭഗവാൻ അത് തരും. അതിന് ടൈമുണ്ട്. അതുവരെ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത് തന്നെ ഓപ്ഷനുള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ ആ ക്ഷമയോടെ നമ്മൾ ഭഗവാനെ സേവിച്ചു കൊണ്ടിരുന്നാൽ എന്ത് തന്നെ ആയിരുന്നാലും തരുന്നത് നമുക്ക് എന്താ പറയുക, നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അത്ഭുതങ്ങളായിരിക്കും. അതൊന്ന്. പിന്നെ വേറൊന്ന്, നമ്മൾക്ക് പിന്നെ അതുപോലെ തന്നെയാണ് വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നൊരു ശ്ലോകമുണ്ട്, അനന്യാശ്ചിന്തയന്തേ മാം യേ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അപ്പം എന്താ പറയണത്, വേറെ ഒന്നും ചിന്തിക്കാതെ മാം യേ ജന പര്യുപാസത എന്നാ പറയണത്. അതായത് എന്നെ തന്നെ ഉപാസിച്ചാൽ എന്താണ്, തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം, സകല ക്ഷേമങ്ങളും ഞാൻ നിനക്ക് തരും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും നോക്കണ്ട, മുടങ്ങാതെ ജപിക്കാം. പിന്നെ ഒന്ന്, ഇതും എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. എപ്പോഴാണ് ശരിക്കും നമ്മളൊന്നും ചോദിക്കാതെ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ മനസ്സിൽ ചിന്ത വരുമ്പോഴേക്കും ആ കാര്യങ്ങൾ ഭഗവാൻ നടത്തിത്ത, അല്ലെങ്കിൽ ദേവി ആവട്ടെ നടത്തി തരുന്നതെന്ന് ഞാൻ പറയട്ടെ. അതായത് നമ്മളെപ്പോഴാണോ ദ കംപ്ലീറ്റ് സറണ്ടർ എന്ന് നമ്മൾ പറയുന്നില്ലേ, ആ ഒരു സംഭവം വലിയൊരു കാര്യമാണത്. കാരണം കംപ്ലീറ്റ് സറണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, യാതൊരു കണ്ടീഷൻസും ഇല്ലാതെ ഭഗവാനെ സ്നേഹിച്ചു നോക്കുക. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മൾ ദിവസേന പ്രാർത്ഥന ചെയ്യുന്ന ഒരാളാണ്, ജപം ചെയ്യുന്ന ഒരാളാണ്, പൂജ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നമ്മൾക്ക് ഇത് അപ്പോൾ ആ തുടക്കത്തിൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഇന്ന കാര്യം ശരിയാവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇന്നത്, അങ്ങനെ പ്രാർത്ഥന തുടങ്ങും. ആ പ്രാർത്ഥന കുറച്ച് നാൾ കഴിയുമ്പോഴില്ലേ, നമ്മൾക്ക് ആ പ്രാർത്ഥന, ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം നമ്മൾ മറന്നു പോകും. ഒന്നും നമ്മൾ ആവശ്യപ്പെടാതെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവും. ഉറപ്പാണ് ആ കാര്യം. കാരണം നമുക്ക് പിന്നെ അന്നത്തെ ദിവസം അത് ചെയ്തില്ലെങ്കിൽ, എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, എനിക്ക് ചില സമയത്ത് ഒരു ദിവസം മുടങ്ങിയാലും മറ്റെന്തെങ്കിലും കാരണത്താലോ അല്ലെങ്കിൽ എനിക്കത് ദേഷ്യം വരും. അയ്യോ, ഇന്ന കാരണം കൊണ്ട് ഇന്ന് അതും നമുക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് നമ്മളെത്തും. വെറുതെ ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലോ വിഗ്രഹത്തിന് മുന്നിലോ ഇരുന്ന് നമ്മൾ ജപം തുടങ്ങി നമ്മൾക്ക് അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാവുന്ന അവസ്ഥയിലാവണം നമ്മൾ. അതായത് അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ നമ്മളെല്ലാ ഉപാധികളും, അതായത് യാതൊരു ഉപാധികളും ഇല്ലാതെ ഭഗവാനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അവിടെ ഭഗവാൻ വർക്ക് ചെയ്ത് തുടങ്ങും. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം തന്നെയാണ്, അനുഭവമാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക.